ഏവർക്കും കെമിസ്ട്രി ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ പാഠഭാഗത്തു നിന്നുള്ള പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് നീങ്ങാം. തൊട്ട് മുമ്പത്തെ കുറച്ച് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, കൂടുതൽ വിശദീകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എഴുതിയെടുത്ത് ആൻസർ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ യൂണിറ്റ് സെൽ, ക്രിസ്റ്റൽ ലാറ്റിസ്, ഗ്രേവിസ് ലാറ്റിസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ യൂണിറ്റ് സെൽ എന്നീ ഭാഗങ്ങളാണ് പരിചയപ്പെടുന്നത്. ക്രിസ്റ്റൽ ലാറ്റിസ്, ലാറ്റിസ് പോയിന്റ്സ് രണ്ട് കാര്യങ്ങളാണ്. എ റെഗുലർ 3-dimensional arrangement of points in space is called a crystal lattice. ഇത് പറയുമ്പോൾ എന്താണ് പോയിന്റ്സ് എന്ന് പറയാം. പോയിന്റ്സ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻസ് ഓക്യുപ്പൈഡ് ബൈ ദി കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ഇൻ ദി ക്രിസ്റ്റൽ ലാറ്റിസ്. നമ്മൾ ഒരു ക്രിസ്റ്റലിലെ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിള് ഒക്യുപ്പൈ ചെയ്യുന്ന എന്ന് കരുതുന്ന പൊസിഷൻസിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ റെപ്രസെൻറ്റേഷനെയാണ് ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ആ ലാറ്റിസ് പോയിന്റുകളുടെ സ്പേസിലുള്ള 3-dimensional അറേഞ്ച്മെന്റിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സ്പേസ്. ഒരിക്കലും പാർട്ടിക്കിളും ലാറ്റിസ് പോയിന്റും ഒന്നല്ല. പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്ഫിയറാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ആ പോയിന്റിനെയാണ്, അല്ലെങ്കിൽ ആ പൊസിഷനെയാണ്, സ്പേസിനെയാണ് ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ലാറ്റിസ്, ക്രിസ്റ്റൽ ലാറ്റിസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഈ കാണിച്ചിട്ടുള്ള ഈ ചെറിയ സ്ഫിയറുകളെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാറ്റിസ് പോയിന്റുകൾ വ്യത്യസ്ത തരത്തിലുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്, നമുക്ക് കൂടുതൽ പിന്നെ പറയാം. ഈ ലാറ്റിസ് പോയിന്റുകൾ സ്പേസിൽ 3-dimensional അറേഞ്ച് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. എന്തൊക്കെയാണ് ഈ ക്രിസ്റ്റൽ ലാറ്റിസുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്നാമത്, ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. നേരത്തെ കണ്ടു. ഓരോ പോയിന്റിനെയും, ക്രിസ്റ്റൽ ലാറ്റിസിലെ ഓരോ പോയിന്റിനെയും ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്നാണ് പറയുക. രണ്ടാമത്തെ, ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെന്റ് ഓൺ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾ വിച്ച് മേ ബി ആൻ ആറ്റം, മോളിക്യൂൾ ഓർ ആൻ അയോൺ. ആ ഓരോ ലാറ്റിസ് സൈറ്റും അല്ലെങ്കിൽ ഓരോ ലാറ്റിസ് പോയിന്റ്സും റെപ്രസെന്റ് ചെയ്യുന്നത്, നേരത്തെ കാണിച്ച സ്ഫിയറുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നുകിൽ ആറ്റത്തെ ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസിനെ ആവാം, അല്ലെങ്കിൽ അയോൺസിനെ ആവാം. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, lattice points are joined by straight lines to bring out the geometry of the lattice. നമ്മൾ ലാറ്റിസ് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചിട്ടുണ്ടാവും. ആ സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നത് നമുക്ക് ആ ഒരു ലാറ്റിസിന്റെ ജോമെട്രി കിട്ടാനാണ്, അല്ലാതെ അവിടെ ബോണ്ടുകളെ സൂചിപ്പിക്കാനൊന്നുമല്ല. അപ്പോൾ ലാറ്റിസ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തുള്ള സ്ട്രെയിറ്റ് ലൈൻസ് അല്ല ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ജോമെട്രിക്കൽ ഷേപ്പിനെ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്.
അടുത്തത് യൂണിറ്റ് സെൽ ഈസ് ദി സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് which when repeated in different direction generate the entire lattice. അപ്പോൾ യൂണിറ്റ് സെൽ എന്നുള്ള പുതിയ ടേം വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ഇതിൽ പറയാം. എങ്കിലും യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചെറിയ പോർഷനാണ്, ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ചെറിയ പോർഷനാണ്. അപ്പോൾ നമ്മളൊരു ചുമര്, ഇഷ്ടിക വെച്ചൊരു ചുമര് കെട്ടുമ്പോൾ ആ ചുമരാണ് ശരിക്ക് ക്രിസ്റ്റൽ ലാറ്റിസ്. ആ ചുമരിലെ ഓരോ ഇഷ്ടികയും യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ യൂണിറ്റ് സെല്ലുകൾ 3 ഡയമെൻഷനിലായിട്ട് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാവുന്നത്. നോക്കാം, ഇതിൽ നമ്മൾ ഇവിടെ ഈ ഒരു ചുവപ്പ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് ഒരു യൂണിറ്റ് സെൽ. ഇതാണ് ഇപ്പോൾ അവിടെ പറഞ്ഞ കാര്യം, ഇതാണ് യൂണിറ്റ് സെൽ. ഇങ്ങനത്തെ ഈ ഒരു ബോക്സ്, ഒരു ക്യൂബ്, ഇങ്ങനത്തെ ഒരു ക്യൂബ് ഇങ്ങോട്ടും താഴോട്ടും ഇങ്ങനെ 3 ഡയമെൻഷനിൽ എക്സ് ഡയറക്ഷൻ, ഇത് എക്സ് ആണെങ്കിൽ ഇത് വൈ ഡയറക്ഷൻ, മുകളിലോട്ട് സെഡ് ഡയറക്ഷൻ, നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്നത്. അതാണ് ഈ അവസാനം പറഞ്ഞത്. യൂണിറ്റ് സെൽ ഈസ് ദി സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ് ജനറേറ്റ്സ് ദി എൻറ്റയർ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇനി അതിൽ പറഞ്ഞിട്ടുള്ള യൂണിറ്റ് സെൽ. Unit cell is the smallest portion of a crystal lattice which when repeated in different direction generates the entire lattice. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ കറുത്ത കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ലാറ്റിസ് പോയിന്റ്സുകൾ. ഇതിനെ നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയും. ഈ യൂണിറ്റ് സെല്ലിനെയാണ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാണുന്ന ഈ വലിയൊരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏറ്റവും ചെറിയ ഭാഗമാണ്. ഈ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ കൂടിച്ചേരുമ്പോഴാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് യൂണിറ്റ് സെൽ. ഇനി എന്തൊക്കെയാണ് യൂണിറ്റ് സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഇറ്റ്സ് ഡയമെൻഷൻ അലോങ്സ് ദി 3 എഡ്ജസ് എ, ബി ആൻഡ് സി. ഒരു യൂണിറ്റ് സെല്ലിന്റെ 3 എഡ്ജസുകളാണ് ഉണ്ടാവുക: ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പം അതിൽ നമ്മൾ ഒരു വശത്തിൻ്റെ ഒരു സൈഡിൻ്റെ ഒരു എഡ്ജിൻ്റെ ലെങ്ത്തിനെയാണ് എ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, മറ്റൊരു എഡ്ജിൻ്റെ ലെങ്ത്തിനെ ബി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും, മറ്റൊരു എഡ്ജിൻ്റെ ലെങ്ത്തിനെ സി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ദീസ് എഡ്ജസ് മേ ഓർ മെ നോട്ട് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഈ എഡ്ജുകൾ ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആണ്. ഈ എഡ്ജുകൾ പെർപെൻഡിക്കുലർ ആവാം, പെർപെൻഡിക്കുലർ അല്ലാതെയാവാം. ദി ആംഗിൾസ് ബിറ്റ്വീൻ ദി എഡ്ജസ് ആൽഫ ബിറ്റ്വീൻ ബി ആൻഡ് സി, ബീറ്റ ബിറ്റ്വീൻ എ ആൻഡ് സി, ആൻഡ് ഗാമ ബിറ്റ്വീൻ എ ആൻഡ് ബി. Thus a unit cell is characterized by 6 parameters: A, B, C edge length, alpha, beta and gamma are the angle between the edges. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോന്നിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ലെങ്ത്തുകളിലെ വ്യത്യാസം, എ, ബി, സി ലെങ്ത്തുകളിലുള്ള വ്യത്യാസം. അതേപോലെ ആൽഫ, ഈ ബോണ്ട് ആംഗിളാണ് ആൽഫ, ഈ എഡ്ജുകളുടെ ആംഗിളാണ് ആൽഫ. എയും സിയും തമ്മിലുള്ള ഈ എഡ്ജുകളുടെ ഇടയിലുള്ള ആംഗിളാണ് ബീറ്റ. അതേപോലെ ഈ എയും ബിയും തമ്മിലുള്ള എഡ്ജുകൾക്കിടയിലുള്ള ആംഗിളാണ് ഗാമ. അപ്പൊ ഈ ആൽഫ, ബീറ്റ, ഗാമ, എ, ബി, സി, ഈ 6 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഒരു യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽസ്. യൂണിറ്റ് സെല്ലിനെ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്, സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്, ഇങ്ങനെ 2 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ സിമ്പിൾ യൂണിറ്റ് സെൽ എന്നും പറയാറുണ്ട്. സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല് 3 എണ്ണാണുള്ളത്: ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ആൻഡ് എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. യൂണിറ്റ് സെൽസ്
പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഇങ്ങനെ രണ്ട് തരത്തിലാണ് യൂണിറ്റ് സെല്ലുകളുള്ളത്. ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ പ്രത്യേകത അതിൻ്റെ കോർണറുകളിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി ഓൺ ദി കോർണർ പൊസിഷൻസ് ഓഫ് എ യൂണിറ്റ് സെൽ. അപ്പം അങ്ങനെ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണറുകളിൽ മാത്രം പാർട്ടിക്കിൾസ് ഉള്ള യൂണിറ്റ് സെല്ലിനെയാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. 7 ടൈപ്സ് ഓഫ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്. അതായത് ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്, ഇങ്ങനെ കോർണറിൽ മാത്രം പാർട്ടിക്കിളുള്ള യൂണിറ്റ് സെല്ല് 7 തരത്തിലുണ്ട്. അത് വ്യത്യസ്ത ജോമെട്രിക്കൽ ഷേപ്പിലുള്ളതാണ് ഈ 7 ടൈപ്പ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾ. അതിൽ 7 തരത്തിലുള്ള പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകളാണ്. ഒന്ന് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ, രണ്ടാമത്തെ ടെട്രഗണൽ യൂണിറ്റ് സെൽ, ഓർത്തോറോംബിക് യൂണിറ്റ് സെൽ, റോംബോ ഹെഡ്രൽ യൂണിറ്റ് സെൽ, മോണോക്ലിനിക് യൂണിറ്റ് സെൽ, ട്രൈക്ലിനിക് യൂണിറ്റ് സെൽ, ഹെക്സഗണൽ യൂണിറ്റ് സെൽ. ഇങ്ങനെ 7 തരത്തിലാണ് യൂണിറ്റ് സെൽസ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസുകൾ ഉള്ളത്. അതിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് മറ്റുള്ള യൂണിറ്റ് സെല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായി കിടക്കുന്നത് അതിൻ്റെ വശങ്ങളുടെ നീളം, എ ബി സി വശങ്ങളുടെ നീളം, ആൽഫ ബീറ്റ ഗാമ കോണുകളുടെ ആംഗിളുകളുടെ എഡ്ജുകൾ തമ്മിലുള്ള ആംഗിളുകളുടെ ഡിഫറൻസ് കൊണ്ടാണ് ഇങ്ങനെ 7 തരത്തിലുള്ള പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ പഠിച്ചു വെക്കേണ്ടത് അതിൻ്റെ ഏതൊക്കെയാണ് 7 ടൈപ്പ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്: സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ, ടെട്രഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ. അതിൻ്റെ എഡ്ജുകളുടെ റിലേഷൻസ്, അതേപോലെ തന്നെ ആംഗിളുകളുടെ റിലേഷൻസ്, ഓരോന്നിനും എക്സാമ്പിൾസുമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. 7 ടൈപ്പ് യൂണിറ്റ് സെല്ലിൻ്റെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ കൺസോളിഡേറ്റഡ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ അല്ലെങ്കിൽ ട്രയഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്. ഓരോന്നിൻ്റെയും ആംഗിൾ പോസിബിൾ വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ പോസിബിൾ വേരിയേഷനെയാണ് നമ്മൾ ബ്രേവിയസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അങ്ങനെ 14 ബ്രേവിയസ് ലാറ്റിസുകൾ അല്ലെങ്കിൽ പോസിബിൾ വേരിയേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇതിന് ശേഷം പറയാം. അടുത്ത കോളത്തിൽ അതിൻ്റെ ആക്സിയൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത്തുകളുടെ റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത കോളത്തിൽ ആക്സിയൽ ആംഗിളുകളുടെ റിലേഷൻ കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ കോളത്തിൽ ഓരോന്നിനും എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ക്യൂബിക് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലെൻഡ്. അങ്ങനെ തന്നെ ഓരോന്നും പഠിച്ചു വെക്കണം. ടെട്രഗണൽ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. എക്സാമ്പിൾ വൈറ്റിൻ, സ്റ്റാനക്സ് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്, കാൽസ്യം സൾഫേറ്റ്. എക്സാമ്പിൾ ഓർത്തോറോംബിക് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. എക്സാമ്പിൾ റോംബിക് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ്. ഹെക്സഗണൽ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ബട്ട് ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി. ഗ്രാഫൈറ്റ്, കാഡ്മിയം സൾഫൈഡ്, സിങ്ക് ഓക്സൈഡ് ഒക്കെ എക്സാമ്പിളാണ്. റോംബോഹെഡ്രൽ ഓർ ട്രയഗണൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. കാൽസൈറ്റ്, സിന്നബാർ ഒക്കെ എക്സാമ്പിളാണ്. മോണോക്ലിനിക് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി, ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. എക്സാമ്പിൾ സോഡിയം സൾഫേറ്റ്, മോണോക്ലിനിക്, സൾഫർ. ട്രൈക്ലിനിക്
A not equal to B not equal to C, alpha not equal to B, beta not equal to gamma not equal to 90 degree. Example, potassium dichromate, copper sulfate 5H2O. ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി.